ടൈം സീരീസിലെ മൂവിംഗ് ആവറേജ് മെത്തേഡിലുള്ള ഓഡ് ആൻഡ് ഈവൻ കേസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ തിയറി പാർട്ട് ഇതാണ്. ഈ തിയറി പാർട്ടിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് ഒരു പ്രോബ്ലത്തിലൂടെ മനസ്സിലാക്കാം. കാൽക്കുലേറ്റ് 3 ഇയർലി മൂവിംഗ് ആവറേജ് ഫോർ ദ ഫോളോയിങ് ഡാറ്റ ഫ്രം ദ ഇയർ 2005 to 2013. ഈ ഡാറ്റ വെച്ചിട്ടാണ് മൂവിംഗ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 3 ഇയർലി മൂവിംഗ് ആവറേജ് ആണ്. അപ്പൊ അടുത്തൊരു കോളം ഞാൻ കൺസ്ട്രക്ട് ചെയ്യുന്നത് 3 ഇയർലി മൂവിംഗ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു കോളം കൺസ്ട്രക്ട് ചെയ്യണു. 3 ഇയർലി മൂവിംഗ് ആവറേജ് ആയതുകൊണ്ട് ഇയറിനെ ഒന്നും ചെയ്യില്ല, പ്രൊഡക്ഷൻ ഈ കോളം സെക്കൻഡ് കോളത്തിനെ നമ്മൾ 3 വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യും. അപ്പൊ നോക്കുക, 3 എന്ന് വെച്ചാൽ ആദ്യത്തെ 3 ഗ്രൂപ്പ് ചെയ്യുമ്പോഴുള്ളത് നോക്കൂ, 45, 40, 42. എന്നിട്ട് ഈ 3 സെന്റർ എവിടെയാണ്? ഇവിടെയാണ് ഈ 3 സെന്റർ. ഇതിന് നേർക്ക് ടോട്ടൽ അല്ലേ, 3 ഇയർലി മൂവിംഗ് ടോട്ടൽ ആണ് എഴുതി കൊടുക്കേണ്ടത്. ഇപ്പൊ 45 + 40 + 42 ഈ 3 എണ്ണവും കൂടെ സം ചെയ്യണം. 3 എണ്ണവും കൂടെ സം ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 127. ദെൻ നെക്സ്റ്റ് 3 എണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് 3 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് ആദ്യത്തെ ഒബ്സർവേഷൻ നമ്മൾ ഒഴിവാക്കും, ഫസ്റ്റ് 1 ഒഴിവാക്കിക്കൊണ്ട് ദെൻ നെക്സ്റ്റ് 3 ഇവര് 3 പേരെ വെച്ച് ഗ്രൂപ്പ് ചെയ്യും. എന്നിട്ട് ഇതിന്റെ മിഡിൽ ഈ 3 സെന്റർ ഏതാണ്? ഇവിടെയാണ്. അതിന് നേർക്ക് എന്ത് എഴുതി കൊടുക്കും? 40 + 42 + 46. ഈ 3 നമ്പേഴ്സിന്റെയും കൂടെ സമ്മ വരുന്നത് 128 ആണ്. ആദ്യത്തെ 2 നമ്പേഴ്സിനെ ഒഴിവാക്കിക്കൊണ്ട് നെക്സ്റ്റ് 3 ഗ്രൂപ്പ് ചെയ്യും. നെക്സ്റ്റ് 3 എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് തുടങ്ങും? 42, 46, 52 ഈ 3 നമ്പേഴ്സ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. എന്നിട്ട് ഇവര് 3 പേരുടെ സെന്റർ 46, അതിന് നേർക്ക് വേണം എന്തെഴുതാൻ? ഈ നമ്പേഴ്സ് എഴുതി കൊടുക്കാൻ. 42 + 46 + 52 ഈ 3 നമ്പേഴ്സും കൂടെ സം ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ 140 ആണ്. ദെൻ മൂന്നാമത്തെ ഗ്രൂപ്പിൽ ഇവിടെ നിന്നാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തത്. അടുത്ത ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ നമ്പറിനെ ഒഴിവാക്കിയിട്ട് നെക്സ്റ്റ് 3 വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യും. ഇപ്പൊ നെക്സ്റ്റ് 3ന്റെ സ്റ്റാർട്ടിങ് എവിടെയാണ്? 46 എന്നാണ് തുടങ്ങുന്നത്. 46 വെച്ച് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 46, 52, 56 ഇവര് 3 പേരുടെ സെന്റർ എവിടെയാ? 52ന് നേർക്കാണ്. വാല്യൂ എന്തെന്ന് എഴുതി കൊടുക്കും? 46 + 52 + 56 3 നമ്പേഴ്സും കൂടെ സം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 154 ആണ്. ഇനി 46 മുതൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് അടുത്ത ഗ്രൂപ്പിംഗിൽ എന്ത് ചെയ്യണം? 46 വരെയുള്ള നമ്പേഴ്സിനെ ഒഴിവാക്കിക്കൊണ്ട് നെക്സ്റ്റ് 3 ആണ് ഗ്രൂപ്പ് ചെയ്യാൻ എടുക്കേണ്ടത്. നെക്സ്റ്റ് 3 എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? 52ൽ നിന്ന് തുടങ്ങണം. 3 നമ്പേഴ്സ് വേണം. ഈ 3 മിഡില് 56 ആണ്. 56ന് നേരെ 52 + 56 + 61 മൂന്നും കൂടിയുള്ള സമ്മ വിച്ച് ഈസ് ഈക്വൽ ടു 169 ആണെന്ന് വരും. കണ്ടിന്യൂ ചെയ്യണോ പ്രൊസീജിയർ? ഈ ഗ്രൂപ്പ് ചെയ്തതിൽ 52 എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നെക്സ്റ്റ് ഗ്രൂപ്പിംഗ് എവിടെ നിന്ന് തുടങ്ങണം? 56ൽ നിന്ന് തുടങ്ങണം. എത്ര നമ്പേഴ്സ്? 3 നമ്പേഴ്സ്. ഈ 3 മിഡിൽ ആരാണ്? 61 ആണ്. 56 + 61 + 64 വിച്ച് ഈസ് ഈക്വൽ ടു 181 ആണ് ടോട്ടല്. എഗെയിൻ 56 എന്നാണ് ഇവിടെ ഗ്രൂപ്പ് ചെയ്ത് തുടങ്ങിയത്. അടുത്ത ഗ്രൂപ്പിംഗ് എവിടെ നിന്ന് തുടങ്ങണം? 61ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 3 നമ്പേഴ്സ് 3 ഇയർലി ആയതുകൊണ്ടാണ് 3 നമ്പേഴ്സ് വെച്ച് ഗ്രൂപ്പ് ചെയ്യുന്നത്. ഇപ്പൊ 3 നമ്പേഴ്സ് ഗ്രൂപ്പ് ചെയ്തു. ഈ 3 സെന്റർ എന്ന് പറഞ്ഞാൽ 64 ആണ്. ആ 64ന് നേർക്ക് എന്ത് എഴുതി കൊടുക്കും? നമ്മള് 61 + 64 + 69 വിച്ച് ഈസ് ഈക്വൽ ടു 194 ആണെന്ന് എഴുതും.
ഇനി അടുത്ത 3 വെച്ച് ഗ്രൂപ്പ് ചെയ്യണം. അടുത്ത 3 ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നോക്കൂ, 61 മുതലാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തത് ലാസ്റ്റില്. ഇനി എവിടെ നിന്ന് ഗ്രൂപ്പ് ചെയ്ത് തുടങ്ങണം? 64ൽ നിന്ന് ഗ്രൂപ്പ് ചെയ്യണം. 64ൽ നിന്ന് ഗ്രൂപ്പ് ചെയ്യുമ്പോ 1, 2 മൂന്നാമത്തെ ആളുണ്ടോ ഗ്രൂപ്പ് ചെയ്യാൻ? ഇല്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് എന്ത് ചെയ്യും? ഈ ടോട്ടൽ ചെയ്യുന്ന പ്രൊസീജിയർ നിർത്തും. ഇത്രയും സ്റ്റെപ്പ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണു. 3 ഇയർലി മൂവിംഗ് ടോട്ടൽ ആണ് ഈ കണ്ടുപിടിച്ചത്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 3 ഇയർലി മൂവിംഗ് ആവറേജ് ആണ്. ടോട്ടലിൽ നിന്ന് ആവറേജ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ ഓരോ ടോട്ടലിനെയും എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1, 2, 3. എല്ലാത്തിലും നോക്കൂ 3 തന്നെയല്ലേ? 3 ഇയർലി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ എല്ലാ ടോട്ടലിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറും? 3 ഇയർലി മൂവിംഗ് ആവറേജ് ആയി മാറി. സോ ഞാൻ അടുത്ത കോളം കൺസ്ട്രക്ട് ചെയ്യുന്നത് 3 ഇയർലി മൂവിംഗ് ആവറേജ് എന്നൊരു കോളം കൺസ്ട്രക്ട് ചെയ്യണം. സോ 3 ഇയർലി മൂവിംഗ് ആവറേജ് എന്ന് പറഞ്ഞിട്ടൊരു കോളം ഞാൻ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ആവറേജ് എങ്ങനെ കിട്ടുന്ന പറഞ്ഞത്? ഈ ടോട്ടലിന് എത്ര എണ്ണത്തിന്റെ ടോട്ടൽ ആണോ 127 അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. 127നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കിട്ടുന്ന ആൻസർ 42.33. നെക്സ്റ്റ് ആവറേജ് 128. 128നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3 ഇയർലി മൂവിംഗ് ആവറേജ് ആണ്, അപ്പൊ 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. കിട്ടുന്ന ആൻസർ 42.67. നെക്സ്റ്റ് വാല്യൂ 140. 140നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 46.67. നെക്സ്റ്റ് വാല്യൂ 154. 154നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അന്നേരം കിട്ടുന്ന വാല്യൂ 51.33. 169നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ 56.33. നെക്സ്റ്റ് വാല്യൂ 181. 181നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 60.33. ലാസ്റ്റ് 194നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും 64.67. ഇങ്ങനെയാണ് 3 ഇയർലി മൂവിംഗ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക. പറയുന്നത് എത്ര ഇയർലി ആണെങ്കിൽ അത്ര നമ്പേഴ്സ് വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്തെടുക്കുക, ടോട്ടൽ കണ്ടുപിടിക്കുക, അതിന്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ പറയാനുള്ള ഒരു കാര്യം, ഇവിടെ എത്ര ഒബ്സർവേഷൻ ഉണ്ട് നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9. n എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്ര എണ്ണമുണ്ട്? 9 എണ്ണമാണ്. ഇനി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര ഇയർലി ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണത്, അതാണ് കെ കൊണ്ട് മീൻ ചെയ്യണത്. എത്ര ഇയർലി മൂവിംഗ് ആവറേജ് ആണ്? 3 ആണ്. അപ്പോ കെന്റെ വാല്യൂ 3 ആണെന്ന് എഴുതി. ഓഡ് കേസ് ആണെങ്കിൽ മൂവിംഗ് ആവറേജ്, ഈ ടോട്ടൽ മൂവിംഗ് ആവറേജ് നമുക്ക് കിട്ടുന്നത് n-k+1 മൂവിംഗ് ആവറേജുകൾ കിട്ടുന്നാണ് പറയുന്നത്. അപ്പൊ n 9 ആണ്. മൈനസ് കെ എന്ന് പറഞ്ഞാല് 3 + 1. അപ്പൊ നോക്കൂ, 9ൽ നിന്ന് 3 മൈനസ് ചെയ്താല് 6 ആയി. 6ൽ നിന്ന് 1 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് നമുക്ക് ആൻസർ വരും? 7. 1, 2, 3, 4, 5, 6, 7. 7 മൂവിംഗ് ആവറേജ് ഫൈനൽ ആയിട്ട് കിട്ടും. ഇതറിയാനുള്ള ഒരു മെത്തേഡ് ഇതാണ്. ഓഡ് കേസ് ആണെങ്കിൽ n-k+1 മൂവിംഗ് ആവറേജുകൾ ഉണ്ടാവും. ഈവൺ കേസ് വരുന്ന ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ 4 ഇയർലി മൂവിംഗ് ആവറേജ് ആണ്. ഇപ്പൊ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൺ ആണ്. ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. തന്നിരിക്കുന്ന ഡാറ്റയുടെ 4 ഇയർലി മൂവിംഗ് ആവറേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത്. തൊട്ട് മുമ്പേ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ ചെയ്യാം. എങ്ങനെ ചെയ്യും? 4 എണ്ണം വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യുക. 4 ഇയർലി എന്നാണെങ്കിൽ 4 എണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്യുക, എന്നിട്ട് ടോട്ടൽ. അപ്പൊ അടുത്ത ഹെഡിങ് പറയുന്നത് 4 ഇയർലി മൂവിംഗ് ടോട്ടൽ. നമ്മൾ അവിടെ എന്താ എഴുതിയത്? 3 ഇയർലി മൂവിംഗ് ടോട്ടൽ. ഇവിടെ ക്വസ്റ്റ്യനില് 4 ഇയർലി ആയതുകൊണ്ട് 4 ഇയർലി മൂവിംഗ് ടോട്ടൽ. ഇനി ചെയ്യാനുള്ളത് 4 എണ്ണം വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യണം. അപ്പൊ ആദ്യത്തെ 4 എണ്ണം ഞാൻ ഇതാ എടുത്തു. ഈ 4 എണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്തു. എന്നിട്ട് എന്ത് വേണം? ടോട്ടൽ അല്ലേ?
ടോട്ടൽ ചെയ്യണം. അപ്പൊ ടോട്ടൽ ചെയ്യുമ്പോൾ എഴുതാനുള്ളത് നോക്കൂ, ഗ്രൂപ്പ് ചെയ്തു. നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും. 1, 2, 3, 4 ഇതിന്റെ മിഡിൽ എവിടെയാ വരിക? ഇവിടെ ആയിരിക്കും മിഡില്. കറക്റ്റ് തന്നെയല്ലേ? 4 എണ്ണത്തിന്റെ മിഡില്. അപ്പൊ നോക്കൂ, ഇവിടെ നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് ഇന്ന ഇയർ എന്ന് പറയാനില്ല കേട്ടോ. നേരത്തെ കേസിൽ നമുക്കത് പറയാൻ വേണ്ടി പറ്റുമായിരുന്നു. ഇവിടെ ഈവൻ കേസ് ആവുമ്പോൾ നമുക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇന്ന ഇയർ എന്ന് പറയാൻ പറ്റില്ല, മിഡിൽ ആയിട്ടാണ് എഴുതി കൊടുക്കുന്നത്. അപ്പൊ എന്തായി മാറി നോക്കൂ, 100 പ്ലസ് 110 പ്ലസ് 111 പ്ലസ് 90 ഇതെല്ലാം കൂടെ കൂട്ടുക. കിട്ടുന്ന ആൻസർ 411 ആണ്. ദെൻ ഇനി എന്ത് ചെയ്യണം? ആദ്യത്തതിനെ ഒഴിവാക്കിക്കൊണ്ട് നെക്സ്റ്റ് 4 ഗ്രൂപ്പ് ചെയ്യണം. 1, 2, 3, 4 എന്നിട്ട് ഇതിന്റെ മിഡിലാണ് എഴുതി കൊടുക്കാനുള്ളത് 110 പ്ലസ് 111 പ്ലസ് 90 പ്ലസ് 99. ഈ നമ്പേഴ്സ് എല്ലാം കൂടെ സം ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ 410. എഗെയിൻ എന്ത് വേണം? ആദ്യത്തെ 2 എണ്ണത്തിനെ ഒഴിവാക്കിക്കൊണ്ട് നെക്സ്റ്റ് 4 ഗ്രൂപ്പ് ചെയ്യണം. നെക്സ്റ്റ് 4 ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എവിടെ നിന്ന് തുടങ്ങും? 111 നിന്ന് തുടങ്ങണം. 4 എണ്ണം ഗ്രൂപ്പ് ചെയ്യണം. ഇതിന്റെ മിഡില് ഇവിടെ നിന്ന് എഴുതി വരണം 111 പ്ലസ് 90 പ്ലസ് 99 പ്ലസ് 98 വിച്ച് ഈസ് ഈക്വൽ ടു 398 ആണ് ടോട്ടല്. നിങ്ങൾക്ക് അറിയാനുള്ള പാകത്തിന് മാത്രമാണ് ഞാൻ ഇങ്ങനെ വരയിട്ടിട്ട് എഴുതുന്നത്. നിങ്ങൾ അങ്ങനെ എഴുതണമെന്നേ ഇല്ല. പക്ഷെ ഈ നമ്പേഴ്സിന്റെ മിഡിലായിരിക്കണം എന്നുള്ള ഒരു നിർബന്ധമുണ്ട്. നെക്സ്റ്റ് 4 ഗ്രൂപ്പ് ചെയ്യണോ? അപ്പൊ 111 എന്നാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തത് അവസാനമായിട്ട്. അടുത്ത 4 എണ്ണം എന്ന് വെച്ചാൽ എവിടെ നിന്ന് തുടങ്ങണം? 90ൽ നിന്ന് തുടങ്ങണം 4 എണ്ണം. അപ്പൊ അതിന്റെ മിഡിലായിട്ട് എഴുതുമ്പോ എത്ര വരും? 90 പ്ലസ് 99 പ്ലസ് 98 പ്ലസ് 99. നെക്സ്റ്റ് 1, 2, 3, 4 ഗ്രൂപ്പ് ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ 386. 90 മുതൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഗ്രൂപ്പിംഗ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? 99ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സോ സെന്റർ ആക്കി വെച്ചു. വാല്യൂസ് ഏതൊക്കെയാണ്? 4 വാല്യൂസ് 99 പ്ലസ് 98 പ്ലസ് 99 പ്ലസ് 87. 4 വാല്യൂസും കൂടെ സം ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ 383 ആണ്. 99 മുതൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്ത ഗ്രൂപ്പിംഗ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? 98 സ്റ്റാർട്ട് ചെയ്യണം. 4 വാല്യൂസ് എടുക്കണം. ഈ 4ന്റെ മിഡിലായിട്ട് 98 പ്ലസ് 99 പ്ലസ് 87 പ്ലസ് 75 വിച്ച് ഈസ് ഈക്വൽ ടു 359. ഇങ്ങനെ 4 എണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്തു. ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം സം ചെയ്തിട്ട് എടുത്തെഴുതുക. എഗെയിൻ നോക്കുക, ഇനി 4 എണ്ണം ഗ്രൂപ്പ് ചെയ്യാനുണ്ടോ എന്ന് നോക്കുക. അപ്പൊ 1, 2, 3 നാലാമത്തത് ഗ്രൂപ്പ് ചെയ്യാനില്ലാത്തത് കൊണ്ട് ഈ ടോട്ടൽ ചെയ്യുന്ന പ്രൊസീജിയർ മാത്രം ഇവിടെ നിർത്തി. ഇനി കണ്ടിന്യൂ ഉണ്ട്. എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് ടോട്ടലല്ലേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. 4 ഇയർലി മൂവിംഗ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ തൽക്കാലം ഈ ടോട്ടല് കിട്ടിയ സ്റ്റെപ്പ് മാച്ചിട്ട് ഈ വാല്യൂ മാത്രം ഒന്നിവിടെ എഴുതുന്നു. ടോട്ടല് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? 4 ഇയർലി മൂവിംഗ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം. തൽക്കാലം ഹെഡിങ് ഇങ്ങനെ എഴുതുന്നുള്ളൂ. ഇനി നോക്കൂ, ആവറേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടലിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 ഇയർലി ആവുമ്പോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 411 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആൻസർ 102.75 ആണ്. നെക്സ്റ്റ് 410നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആൻസർ 102.5. 398നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, വിച്ച് ഈസ് ഈക്വൽ ടു 99.5. ഇങ്ങനെ ഓരോ ടോട്ടലിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആൻസർ ഇവിടെ എടുത്തെഴുതുക. 386 ഡിവൈഡഡ് ബൈ 4 വിച്ച് ഈസ് ഈക്വൽ ടു 96.5.
383 divided by 4, which is equal to 95.75. 359 divided by 4, which is equal to 89.75. ഒരു സ്റ്റെപ്പും കൂടെ ബാക്കിയുണ്ട്. ഓഡ് കേസും ഈവൻ കേസും തമ്മിലുള്ള വ്യത്യാസം ഈ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇപ്പൊ 4 ഇയർലി എന്ന് പറയുമ്പോൾ 4 ഈവൺ ആണ്. ഈവൺ ആണെങ്കിൽ ഇനി പറയുന്ന സ്റ്റെപ്പും കൂടെ ചെയ്യണം. നോക്കൂ, നമുക്ക് ഇവിടെ 4 ഇയർലി മൂവിംഗ് ആവറേജ് ആയപ്പോൾ ഇവിടെ എക്സാക്ട് ആയിട്ട് ഇന്ന ഇയർ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാനായിട്ടില്ല. 4 ഇയറിന്റെ മിഡിലായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ചെയ്യാനുള്ളത് 4 ഇയർലി മൂവിംഗ് ആവറേജ് സെന്റേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൺസ്ട്രക്ട് ചെയ്യണം. ആവറേജിനെ ഷോർട്ട് ആക്കിയിട്ട് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. എന്നിട്ട് ചെയ്യാനുള്ളത് ഇവിടെ കിട്ടിയ വാല്യൂസ് ഉണ്ടല്ലോ, ഈ വാല്യൂസിന്റെ ആവറേജ് അഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നോക്ക, 102.75ന്റെയും 102.5ന്റെയും ഇവ രണ്ടുപേരുടെയും മിഡിലായിട്ട് ഇവരുടെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക. നോക്കൂ, 102.75 പ്ലസ് 102.5 the whole divided by 2, which is equal to 102.625. ഈ ആരോ മാർക്ക് ഇവ രണ്ടുപേരുടെയും മിഡിലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കൂട്ടോ, ഈ ആരോ മാർക്ക് നേരെ എവിടേക്കാ വരുന്നത് നോക്ക, 2006. ഇവിടെ കിട്ടിയില്ലേ നമുക്ക്. അപ്പൊ കറസ്പോണ്ടിങ് ഇയർ 2006 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, പറയാൻ പറ്റി. ഓക്കെ, ഇതാണ് അതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇയർ പറയുക. ദെൻ നെക്സ്റ്റ് 2 വെച്ച് ഗ്രൂപ്പ് ചെയ്യണു. നെക്സ്റ്റ് 2 എന്ന് പറഞ്ഞാൽ ആയിരിക്കുക 102.5ഉം 99.5ഉം ഇവ രണ്ടുപേരെയും മിഡിലായിട്ട് വേണം എഴുതാൻ. സോ 102.5 പ്ലസ് 99.5 ഇതിന് എന്ത് ചെയ്യണം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, വിച്ച് ഈസ് ഈക്വൽ 101 ആണെന്ന് കിട്ടും. ഇവർ രണ്ടുപേരും മിഡിലായിട്ട് എഴുതിയത് കൊണ്ട് ഇത് ആരുടെ ആയി മാറും, 2007 ഇയറിന്റെ ആണ് 4 ഇയർലി മൂവിംഗ് ആവറേജ് സെന്റേർഡ് ആയിട്ട് കിട്ടിയ വാല്യൂ. അതുപോലെ ബാക്കിയുള്ള വാല്യൂസും പ്രൊസീഡ് ചെയ്യണം. അപ്പൊ ഇനി അടുത്ത രണ്ടെണ്ണം ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 99.5 പ്ലസ് 96.5 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യും, 2 ചെയ്യും. എവിടെ എഴുതി കൊടുക്കും, ഇവർ രണ്ടുപേരെയും മിഡിലായിട്ട് വേണം, വിച്ച് ഈസ് ഈക്വൽ ടു 98 ആണ്. ദെൻ നെക്സ്റ്റ് രണ്ടെണ്ണം ഗ്രൂപ്പ് ചെയ്തു, മിഡില് വേണം കേട്ടോ എഴുതി കൊടുക്കാൻ. 96.5 പ്ലസ് 95.75 ഹോൾ ഡിവൈഡഡ് ബൈ 2, which is equal to 96.125. ലാസ്റ്റ് 2 ഗ്രൂപ്പ് ചെയ്യുക. ലാസ്റ്റ് 2 ഗ്രൂപ്പ് ചെയ്തിട്ട് മിഡിൽ ആയിട്ട് എഴുതുമ്പോൾ 95.75 പ്ലസ് 89.75 the whole divided by 2, which is equal to 92.75. സോ ഓഡ് കേസ് ആണെങ്കിൽ ഈ ഒരു കോളം കൊണ്ട് അവസാനിച്ചു. ഈവൻ കേസ് ആകുമ്പോ ഇങ്ങനെ ഒരു കോളവും കൂടി ഉണ്ട്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണോ, നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയാണ്, 1 2 3 4 5 6 7 8 9. എന്നിന്റെ വാല്യൂ 9 ആണ്. കെ എന്ന് വെച്ചാൽ എത്ര ഇയർലി മൂവിംഗ് ആവറേജ് ആണ്, 4 എണ്ണം ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കെന്റെ വാല്യൂ എന്ന് വെച്ചാല് ഈവൺ ആണ്. ഈവൻ ആണെങ്കിൽ n-k മൂവിംഗ് ആവറേജുകളായിരിക്കും കിട്ടുക. ഇപ്പൊ n-k മൂവിംഗ് ആവറേജ് കിട്ടുന്ന പറഞ്ഞാൽ n എത്രയാ, 9 ആണ്. മൈനസ് കെന്റെ വാല്യൂ എത്രയാ, 4 ആണ്. 9 - 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 മൂവിംഗ് ആവറേജ് ആയിരിക്കും നമുക്ക് വരിക. ഒന്ന് നോക്കൂ, 1 2 3 4 5. ഈ ഒരു ഫോർമുല കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. കെ ഗ്രൂപ്പ് ചെയ്യാനുള്ള ഐറ്റം മൂവിംഗ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നത് ഓഡ് ആണെങ്കിൽ n-k+1 മൂവിംഗ് ആവറേജുകൾ കിട്ടും. കെ ഈവൺ ആണെങ്കിൽ n-k മൂവിംഗ് ആവറേജുകളെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ സാധാരണ വൺ വേർഡുകളിൽ അത് ചോദിക്കാറുണ്ട്. n ഇത്രയാണ്, കെ മൂവിംഗ് ആവറേജ് എടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് 3 ആണ്, 4 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര മൂവിംഗ് ആവറേജുകൾ നമുക്ക് കിട്ടാറുണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വൺ വേർഡുകളിൽ ചോദിക്കാറുണ്ട്. ഈ ഫോർമുല പഠിച്ചു വെക്കുക. ഓക്കെ, ഈ വർക്കൗട്ട് ചെയ്ത ഷീറ്റ് കറബറാന്ന്
തോന്നുന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ പേജ് ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിൽ 4ാമത്തെ വാല്യൂ 96.125 എന്ന് കറക്ഷൻ ചെയ്തിട്ട് വായിക്കുക. If you like the video, please subscribe and press the bell icon.